ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് വയലറ്റ് കളറിൽ ടെക്കോമയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചെടികളാണ്. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നിലത്തും ചട്ടിയിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ അത്യാവശ്യം പൊക്കം വയ്ക്കുമെങ്കിലും നമ്മൾ കൊടുക്കുന്ന പ്രൂണിങ് അനുസരിച്ച് ഇതിനെ നമുക്ക് നല്ല ബുഷിയായിട്ട് നിറയെ പൂക്കളോട് കൂടിയിട്ട് നിർത്താനായിട്ട് കഴിയും. ചട്ടിയിൽ വയ്ക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നല്ല രീതിയിൽ ജൈവവളം ഇട്ട് കൊടുക്കുകയും പൂക്കളുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള NPK 19 കൂടാതെ നമ്മുടെ എക്സോഡസ്, അതുപോലെ DAP ഒക്കെ പൊടിച്ചിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നിറയെ പൂക്കളോട് കൂടി കാണാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത്. അത്യാവശ്യം എല്ലാ കാലാവസ്ഥയിലും വളരുന്ന നല്ലൊരു ചെടിയാണെങ്കിലും നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ചെടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടിയിൽ ഇലകൾ കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. ടെക്കോമയൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് കളറുകളിൽ ലഭിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ. ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ ഈ ചെടിയിൽ വെള്ളം നനച്ചു കൊടുത്താൽ മതി. ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ തുടക്കം തന്നെ നല്ല വലിയ ചട്ടി എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ ചെടി വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വേരൊക്കെ ഇളകുമ്പോൾ ചെടിക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ വാട്ടവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് തുടക്കത്തിൽ നമ്മൾ നല്ല രീതിയിൽ വലിയൊരു പോട്ടിനകത്താണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ആ ഒരു പോട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരില്ല കേട്ടോ. നല്ല വെയിൽ കിട്ടുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ടെക്കോമ ചെടിയെ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് മഴക്കാലത്താണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പ്രൂണിങ് ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് ആ ചെടിയിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നിറയെ പൂക്കളുണ്ടായി കാണാനായിട്ട് കഴിയുള്ളൂ. കൂടാതെ നമുക്കിതിൻ്റെ കമ്പ് മുറിച്ച് വെച്ചിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ ചെടിയുടെ വേരുകൾ തീരെ കുഞ്ഞു വേരുകൾ ചട്ടിയിൽ നിറഞ്ഞു വളരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. ഒരുപാട് വെയിൽ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ചെടിയുടെ ഇലകൾ ഇങ്ങനെ കരിയാനും ഉണങ്ങാനൊക്കെ തുടങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആ ഒരു സമയങ്ങളിൽ നമ്മൾ 2 നേരമൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുക. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനായിട്ട് സാഫ് പോലുള്ള ഫംഗിസൈഡുകളൊക്കെ ഒന്ന് നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടെക്കോമയുടെ വിശേഷങ്ങൾ. 100 രൂപയാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള ചെടിക്ക്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.